നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ഇലക്ട്രിക് ബൈക്കാണ്. അതായത് ഒരു സ്പോർട്സ് ബൈക്കിന്റെ ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു ബൈക്ക്. നിങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ, കംപ്ലീറ്റ് കസ്റ്റം മെയ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വാഹനത്തിന്റെ പ്രത്യേകതകളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇതിപ്പോ നോർമൽ വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കുന്നത് ഇത് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കീഴിൽ തന്നെ സ്റ്റോറേജ് ഓപ്പൺ ആക്കാം. നമുക്ക് ഇതിൽ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ചാർജിങ്ങിന്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ചാർജർ ഇതിന്റെ അകത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എന്താ പറഞ്ഞാൽ ഈ വാഹനത്തിന് എത്ര റേഞ്ച് കിട്ടും, എത്ര സമയം വേണം നമുക്ക് ചാർജ് ചെയ്യാൻ? ഒരു 3.5-4 മണിക്കൂർ എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്. ഇപ്പൊ നമ്മൾ 48 വോൾട്ടിന്റെ ബാറ്ററി യൂസ് ചെയ്തേക്കണേ. ഒരു 30 AH ആണ് ബാറ്ററിയുടെ ഇപ്പൊ കപ്പാസിറ്റി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 4 hours എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. അത് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി അല്ല എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ബാറ്ററിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? അത് എന്ത് ബാറ്ററിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതെന്താ നമ്മൾ അങ്ങനെ ഒരു ബാറ്ററി ഉപയോഗിക്കാനുള്ള കാരണം? ലിഥിയം ബാറ്ററി പൊതുവേ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ വേഗം ഹീറ്റ് ആവും, ബേണിംഗ് കൂടുതലാണ്, വേഗം കത്ത് പിടിക്കും. അപ്പൊ ഈ ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് അങ്ങനെ എന്തെങ്കിലും ഹീറ്റ് ആവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ഫോസ്ഫേറ്റ് ബാറ്ററി ഹീറ്റ് കുറവാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ലീക്ക് ആവുള്ളൂ. അത് ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നൊരു പേടി തന്നെ ഇത് പൊട്ടിത്തെറിക്കലാണ് അല്ലേ? നമ്മൾ ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെയും അൺബ്രാൻഡഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ബാറ്ററി എവിടെ വെച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയുന്നത്. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ബാറ്ററി ഏറ്റവും അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കിട്ടും. അതുവേണ്ടിയാണ് അടിയിലേക്ക് പ്ലേസ്